അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ കണക്റ്റിംഗ് ലിങ്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരുപാട് ന്യൂറോൺസ് ചേർന്നാണ് നെർവസ് സിസ്റ്റം ആവുക. അപ്പോൾ ഒരുപാട് ന്യൂറോൺസ് വേണം അല്ലേ നമുക്ക്. അപ്പോൾ ഇത് ഓരോ സെൽ ബോഡി ആണെന്ന് അങ്ങോട്ട് വിചാരിക്കാം നിങ്ങൾ കേട്ടോ. ഇത് ഓരോ സെൽ ബോഡിയാണ്. ഇതിങ്ങനെ പോയി നമ്മുടെ സിനാപ്റ്റിക് നോബ്, നമ്മുടെ ആക്സോണൈറ്റ് വന്നു. ആക്സോണൈറ്റിൽ സിനാപ്റ്റിക് നോബ്, ഇതൊക്കെ സിനാപ്റ്റിക് നോബാണ്. ഇതെന്ത് ചെയ്യുന്നു, അടുത്തുള്ള ഒരു ന്യൂറോൺസിലേക്ക് വീണ്ടും അത് എത്തുകയാണ് അല്ലേ. അടുത്തുള്ള ന്യൂറോൺസിലേക്ക് എത്താണ്. അടുത്ത ന്യൂറോൺ വരയ്ക്കുകയാണ്. കണ്ട, ഇത് ബ്രാഞ്ചസ് ഉണ്ട്. അടുത്തുള്ള ന്യൂറോൺ എത്തി. ഈ ന്യൂറോൺ ഇങ്ങനെ പോയി അല്ലേ. അടുത്തുള്ള ന്യൂറോണിലേക്ക് പോയി. സിനാപ്റ്റിക് നോബ് കഴിഞ്ഞ് ഡെൻഡ്രൈറ്റ് വന്നു. ഈ അടുത്തുള്ള ന്യൂറോണിലേക്ക് പോയി. ഇത് നെക്സ്റ്റ് ന്യൂറോണാണ്. നെക്സ്റ്റ് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് കണ്ടോ. നെക്സ്റ്റ് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ്. അത് കഴിഞ്ഞ് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നു. ഇതിങ്ങനെ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാവും കേട്ടോ. ഇത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ടാകും. ഇങ്ങനെ അടുത്ത ന്യൂറോൺസിലേക്ക് പോകുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വരച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ന്യൂറോണിൻ്റെ ഒരു കണക്ഷൻ എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ കണക്റ്റിംഗ് ലിങ്കാണ്. ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഇമ്പൾസ്, ഇതാണ് നമ്മുടെ ഇമ്പൾസിലെ ഉണ്ട പോലെ അല്ല ഇമ്പൾസ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇമ്പൾസ് വരച്ചതാണ്. അപ്പോൾ ഈ ഇമ്പൾസിനെ ആര് റിസീവ് ചെയ്യുന്നു, ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്യുന്നു. ഈ ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്തു അല്ലേ. റിസീവ് ചെയ്തു. ഡെൻഡ്രോണിലെത്തി. ഡെൻഡ്രോണിലുള്ള സെൽ ബോഡിയിലെത്തി. സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ വഴി ആക്സോണൈറ്റിലെത്തി. ആക്സോണൈറ്റിൽ നിന്നും സിനാപ്റ്റിക് നോബിലെത്തി. സിനാപ്റ്റിക് നോബിലെത്തുമ്പം അവിടെ ഒരു കെമിക്കൽ സബ്സ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രിയേറ്റ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ, അസറ്റൈൽ കോളിനും ഡോപ്പമിനും. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഡെൻഡ്രൈറ്റിന് അത് കിട്ടി. അപ്പം ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുന്നു, ആ ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നു. ക്യാരി ചെയ്ത് അടുത്ത ന്യൂറോണിലേക്ക് ഇവരെത്തി. അടുത്ത ന്യൂറോണിലേക്ക് എത്തി. അവിടുന്ന് വീണ്ടും ഡെൻഡ്രൈറ്റിലേക്ക് പോയി. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ വഴി സെൽ ബോഡിയിലെത്തി. സെൽ ബോഡിയിൽ നിന്നും പിന്നെ ആക്സോൺ വഴി എങ്ങോട്ടെത്തി, ആക്സോണൈറ്റിലെത്തി. ആക്സോണൈറ്റിൽ നിന്നും സിനാപ്റ്റിക് നോബ് വഴി അടുത്തതിലേക്ക് എത്തി. അപ്പോൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രിയേറ്റ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസ് പേരായിരുന്നു ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രിയേറ്റ് ചെയ്തു. അടുത്ത ന്യൂറോൺ വന്ന് അത് ക്യാരി ചെയ്യുന്നു. ആ ക്യാരി ചെയ്യുന്ന ആരാണ്, ഡെൻഡ്രൈറ്റ് അല്ലേ. ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോൺ ടു സെൽ ബോഡി, സെൽ ബോഡി ടു ആക്സോൺ, ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ്. ഇങ്ങനെയാണ് ഈ ഒരു ഇമ്പൾസ് പാസ് ചെയ്യുന്നത് അല്ലേ. ഇമ്പൾസ് പാസ് ചെയ്യുന്നത് ഫ്രം ന്യൂറോൺ ടു ന്യൂറോൺ. ഇങ്ങനെയാണ് ഇമ്പൾസ് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമ്പൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ് അതിനെ ക്യാരി ചെയ്യും. ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോൺ ടു സെൽ ബോഡി, ആക്സോൺ ടു ആക്സോണൈറ്റ്, ആക്സോണൈറ്റിൽ നിന്നും സിനാപ്റ്റിക് നോബിലേക്ക് നമ്മുടെ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് ഗെറ്റിംഗ് എമിറ്റഡ് അല്ലേ, അല്ലെങ്കിൽ സെക്രിയേറ്റ് ചെയ്യും. ഈ സെക്രിയേറ്റ് ചെയ്യുന്നത് വഴി അടുത്ത ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും, ആ ഇമ്പൾസിനെ ക്യാരി ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡെൻഡ്രോൺ വഴി വീണ്ടും അടുത്ത ന്യൂറോൺസിലേക്ക് അതിനെ പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഡെൻഡ്രൈറ്റ് വഴി അടുത്ത ഡെൻഡ്രോണിലേക്ക് സെൽ ബോഡി, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ഈ ഒരു ഇമ്പൾസ്. അങ്ങനെ ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം വഴി ബ്രെയിനിലേക്ക് നമ്മുടെ ഇമ്പൾസിനെ എത്തിക്കുന്നത്. അങ്ങനെ ഇമ്പൾസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന് എന്ത് ചെയ്യും, മനസ്സിലാകും, ഇവനെ ആരോ ബാക്കിൽ നിന്നും തട്ടി വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഇമ്പൾസ് ബ്രെയിനിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ബ്രെയിന് പറയും തിരിഞ്ഞു നോക്ക് നിന്നെ ആരോ തട്ടിയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും, ആ റെസ്പോൺസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലേ, തിരിഞ്ഞു നോക്കൂ അല്ലേ. അപ്പം അതാണ്, അപ്പം ബ്രെയിന് വഴി നമ്മൾ ആ റെസ്പോൺസ് കിട്ടി, അങ്ങനെ നമ്മളത് തിരിഞ്ഞു നോക്കി.
ഇങ്ങനെയാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യുന്നത്, സെൻസ് വഴി നമ്മൾ റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്നത്. സ്റ്റിമുലസ് കിട്ടുന്നു, റെസ്പോൺസ് നമ്മൾ ഇവോക്ക് ചെയ്യുന്നു. നമ്മളിതിന്ന് ഇങ്ങനെ ജസ്റ്റ് കൈ തട്ടുമ്പോഴത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടാണ്. പക്ഷെ ഇതെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മെല്ലെ മെല്ലെ അല്ല നമ്മുടെ ഇമ്പൾസുകൾ പോകുന്നത്. മിന്നൽ വേഗത്തിലാണ് അല്ലേ നമ്മുടെ ഇമ്പൾസ് പോകുന്നു. നമ്മൾ തട്ടുന്നു നോക്കുന്നു അല്ലേ, അത്ര സ്പീഡിൽ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡിലാണ് ഈ ഒരു ഇമ്പൾസുകളുടെ പാസേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ ആയോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം.